ഉടഞ്ഞു പോകും. അപ്പോൾ അതിന് മുമ്പ് ചെയ്യാൻ ശ്രദ്ധിക്കണേ. ഏകദേശം ഒരു 15 മിനിറ്റൊക്കെ ആയപ്പോഴത്തേക്കും വെള്ളമെല്ലാം പറ്റി തുടങ്ങിയിട്ടുണ്ട്. ഫ്രണ്ട്സ്, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? ഈ മത്തി കൊണ്ട് ഇന്നിവിടെ ഒരു പീര തയ്യാറാക്കി എടുക്കാം. മത്തി നല്ലതുപോലെ ഉപ്പൊക്കെ ഇട്ട് തേച്ച് കഴുകി എടുക്കുന്നുണ്ട്. ഞാനിവിടെ ഈ വാഴയിലൊക്കെ ഇട്ട് തേച്ച് കഴുകുന്നത് എന്തിനാണെന്നറിയോ? മത്തിയുടെ ഉളുമ്പൊക്കെ നല്ലതുപോലെ പോയി കിട്ടാനാണ്. അതൊരു ടിപ്പാണ് കേട്ടോ. അടുത്ത തവണ മത്തി കിട്ടുമ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോ. മണമൊന്നും ഉണ്ടാവില്ല. സോപ്പൊക്കെ ഇട്ട് കഴുകിയതിന് ശേഷം കയ്യിൽ വാഴയില നല്ലതുപോലെ ഇട്ട് തിരുമ്മി കഴുകിയാൽ ഉളുമ്പ് മണം ഉണ്ടാവില്ല. ഞാനിവിടെ തയ്യാറാക്കുന്ന രീതിയിൽ ഈ പീര തയ്യാറാക്കിയ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. 900 ഗ്രാം മത്തിയാണ് ഇവിടെ എടുത്തേക്കുന്നത്. അപ്പോൾ അതിലേക്ക് ആവശ്യമുള്ള സാധനങ്ങൾ എടുക്കാം. 10 വെളുത്തുള്ളി അല്ലി അരിഞ്ഞത്, എരിവിനാവശ്യമുള്ള പച്ചമുളക് അരിഞ്ഞെടുത്തത്, ഇഞ്ചി നീളത്തിൽ അരിഞ്ഞത്, അരമുറിയോളം തേങ്ങ ചിരകിയത്, ഒരു പിടി ചുമന്നുള്ളി അരിഞ്ഞത്, മഞ്ഞൾപ്പൊടി, ഇത്രയും ചേർത്ത് നല്ലതുപോലെ കൈകൊണ്ട് തിരുമ്മിയെടുക്കണം. ഫ്രണ്ട്സ്, ഇത് നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണണേ. ഇതിൽ പറഞ്ഞിരിക്കുന്ന പോലെ ഇതുപോലെ തിരുമ്മി ഉണ്ടാക്കിയെടുക്കുമ്പം നല്ല ടേസ്റ്റുള്ള പീര ഉണ്ടാക്കിയെടുക്കാം. ഈ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കല്ലേ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കാനും മറക്കല്ലേ. ഓളെന്നുള്ള ബെൽ ബട്ടൺ അമർത്തിയെങ്കിലേ ഞാനിടുന്ന വീഡിയോസുകളൊക്കെ അപ്പോൾ നോട്ടിഫിക്കേഷനായിട്ട് നിങ്ങൾക്ക് വരികയുള്ളൂ. കഷ്ണങ്ങളാക്കിയെടുത്ത മീനിലേക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ്, കറിവേപ്പില, 3-4 കഷ്ണം കുടംപുളി അരമണിക്കൂർ മുമ്പേ വെള്ളത്തിലിട്ട് വെച്ചത് എല്ലാം കൂടി മിക്സ് ചെയ്ത് വെള്ളവും ചേർത്ത് അടുപ്പത്ത് വയ്ക്കാം. മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ ഈ വെള്ളം ഒഴിക്കുന്നത് ഈ മീൻ കഷ്ണങ്ങളുടെ താഴെ ആയാൽ മതി കേട്ടോ. നെകക്കെ ഒഴിക്കുമ്പോൾ വെള്ളം ഒത്തിരി കൂടിപ്പോവും. പിന്നെ അത് പറ്റി വരാൻ ഒത്തിരി താമസം എടുക്കും. കഷ്ണങ്ങളെല്ലാം വെന്തു പോവുകയും ചെയ്യും. ഒന്ന് തിളച്ച് വന്നപ്പോൾ ഉപ്പ് കുറവാന്ന് തോന്നി. അപ്പോൾ കുറച്ചും കൂടി ഉപ്പിട്ട് കൊടുക്കാം. നല്ലതുപോലെ തിളച്ച് കഴിഞ്ഞാൽ ഇളക്കി കൊടുക്കുമ്പോൾ മീൻ കഷ്ണങ്ങളെല്ലാം ഉടഞ്ഞു പോകും. അപ്പോൾ അതിന് മുമ്പ് ചെയ്യാൻ ശ്രദ്ധിക്കണേ. ഏകദേശം ഒരു 15 മിനിറ്റൊക്കെ ആയപ്പോഴത്തേക്കും വെള്ളമെല്ലാം പറ്റി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഞാനാണെങ്കിൽ ഈ തവിക്കണ കൊണ്ട് ഇങ്ങനെ ഇളക്കി കൊടുക്കും. മീൻ പീര ഉണ്ടാക്കുമ്പോൾ ഞാൻ മുളക് പൊടി ഇടാറില്ല കേട്ടോ. നല്ല ടേസ്റ്റിലും മഞ്ഞ കളറിലും പീര ഇരിക്കണമെങ്കിൽ നല്ല എരിവുള്ള പച്ചമുളകോ കാന്താരിയോ ഒക്കെ അരിഞ്ഞിട്ട് കൊടുത്ത് ഉണ്ടാക്കിയാൽ അപാര രുചിയാട്ടോ. പീരയിലെ വെള്ളം എല്ലാം പറ്റി കഴിയുമ്പം ഉടനെ തന്നെ സ്റ്റൗ ഓഫ് ചെയ്തിട്ട് നമുക്ക് പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് വാങ്ങി വയ്ക്കാം. ഞാനിതിലേക്ക് 3 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നേരത്തെ ചെയ്തതുപോലെ തവിക്കണ കൊണ്ട് ഇളക്കിയെടുത്താൽ മതി. അപ്പോൾ ഫ്രണ്ട്സ്, ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻറ്റിലൂടെ അറിയിക്കാൻ മറക്കല്ലേ. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാം.